നിന്റെ മിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബെല്ലേ ബെല്ലേ. ആ ബെല്ലേ ബെല്ലേ ജനങ്ങള് കൊടുത്തിരിക്കുക. അവർക്ക് എന്താർത്ഥം പറയാം. ഇതുവരെ അതിന്റെ അർത്ഥം ചോദിച്ചിട്ടില്ല. ശാസ്ത്രമംഗലം പോലും ചോദിച്ചില്ല. ശാസ്ത്രമംഗലം തുള്ളിക്കൊണ്ടിരിക്കുക കേട്ടിട്ട്. നിന്റെ കിനാവിൻ താഴമ്പൂവില് ഉറങ്ങി നീ ശലഭമായി. രജനീഷ് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ശരിയത്. അപ്പമാഷ എഴുതിയത് കൈതപ്രത്തിൻ്റെ കയ്യിൽ ഒരു ത്രികാലജതി മീട്ടുന്ന ഒരു തമ്പുരുണ്ട്, സന്ധ്യകളുടെ ത്രിസന്ധ്യകളുടെ തമ്പുരുണ്ട്. ആ രാവിലെ ശരിക്കും ഓളങ്ങൾ ഇങ്ങനെ പോയതാണോ സാറ്? താരഹാരം എന്നുള്ള അങ്ങനെ ആയിരിക്കാം. മറ്റേ പിന്നെ താരം നക്ഷത്രങ്ങളുണ്ട്. അതിൽ ചെറിയൊരു വിമർശനം കൂടെ വന്നിരുന്നു. അണിമൈ നിറയെ അലങ്കാരവുമായി. അണിമൈ എന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങിയ മെയ്യാണെന്നും അതിൽ പിന്നെ അലങ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു. അണി എന്നുള്ളതിന് ഭംഗി എന്ന് അർത്ഥമുണ്ട്, അണിഞ്ഞത് മാത്രമല്ല. ലക്ഷ്മി കുട്ടി എന്ന് പറയാം, സ്വാമിയെ എന്ന് പറയാം, പിന്നെന്താ ലജ്ജാവതി എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയില്ല. തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോളം പോന്നൊരു തമ്പുരാട്ടി. മന്ദാരക്കടവത്ത് എന്ന് പറയുന്നത് നമ്മളെ ഇവിടെയാണ്, ആറാട്ടുപുഴ. ഓ, ചുറ്റോളം തുളുമ്പുന്ന മന്ദാര. തിര എന്നല്ല പ്രയോഗിച്ചിരിക്കുന്നത്, തിരകള് തന്നെ. തിരകളല്ല, ചെമാനം വാഴണ തുറയരെ. അതെ, തുറയരേനെ എല്ലാം അങ്ങനെ. നമ്മൾ സാധാരണ തെമ്മാടി മോശമായിട്ടുള്ള പ്രയോഗമാണ്. പക്ഷെ അയാളുടെ ഒരു നാടോടി തെമ്മാടിക്കാറ്റാണ്. നീലരാവിൽ പറഞ്ഞപ്പോ നമ്മൾ വിട്ടുപോയതാണ് ഊഞ്ഞാലുറങ്ങി. അതെ അതെ, ഊഞ്ഞാലുറങ്ങി എന്തോളരാഗം മയങ്ങി നോവുന്ന തെന്നലിൻ നെഞ്ചിലെ ആദി താളമെങ്ങോ തേങ്ങീന. ശരിക്ക് അതിൽ രസം ചെറിയ ഹിന്ദോള രാഗമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിന്നെ ഹംസത്തിന് പറ്റാതെ. പക്ഷെ ഹിന്ദോള ഞാൻ എഴുതിയപ്പോൾ ജോൺസൺ പറഞ്ഞു, അത് സാരമൊന്നുമില്ല, അതേ രാഗം തന്നെ പറയണമെന്നില്ല, ഈ രാഗം ആ പേര് കുഴപ്പമില്ല. അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. അല്ല, അത് പക്ഷെ കുഴപ്പമില്ലല്ലോ, ഒന്നുമില്ല. നമ്മൾ ഒരു രാഗത്തിന്റെ പേര് പറഞ്ഞ മാത്രമേ ഉള്ളൂ. മൗന സരോവരമാകെ ഉണർന്നു പാട്ടു. മൗന സരോവരമാകെ ഉണർന്നു സ്നേഹമനോരഥ വേഗമുണർന്നു കനകാങ്കുലിയാൽ തമ്പുരുമേട്ടും. അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായത്. ചെറിയൊരു ആള് കുത്തിരിക്കുന്നുണ്ട്. ഞാൻ എഴുത്തുകാരനും വേണു പാട്ട് മ്യൂസിക് ഡയറക്ടറാണ്. അതിൽ ഞാൻ തമാശയായിട്ട് പറയുന്നുണ്ട്, താൻ അവാർഡും കൊണ്ട് പോകും, ഇത് എഴുതിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. പറഞ്ഞ പോലെ അവാർഡ് ജോൺസണ് കിട്ടി, ചിത്രയ്ക്കും കിട്ടി, എനിക്ക് മാത്രമില്ല. അത് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില യാദൃച്ഛിക ചിലതൊക്കെ അങ്ങനെ സംഭവിക്കും. അഭിനയിക്കുമ്പോൾ വേണു അത് കൊളാക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു. സോഡ വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സോഡ കാണിച്ചിട്ട് തന്നെ അത് നോക്കി അറിയാം. ഞാൻ ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരാളാണ്. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വേണുവിന്. വേണു ഞങ്ങൾ ഒരേ പായൽ കിടന്ന ആൾക്കാരാണ് വർഷങ്ങൾ. അപ്പോൾ ഇത് കൊളാക്കാൻ വേണ്ടി സോഡ വേണമെന്ന് കാണിച്ചു. അവന് വേണ്ട, സോഡ ഇല്ലാതെയാണ് കുടിക്കുന്നത്. അത് അയാളുടെ പണിയാണ്, എൻ്റെ പണിയല്ല. അതിൽ തന്നെ ബ്രഹ്മകമലം ശ്രീലതമാക്കിയ അസത്യപ്പെട്ട ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയി വീണാധരി ശാതോദരി പാഹിമാം പാഹിമാം പരിപാഹിമാം. ദേവി മഹാത്മ്യലഹരിയിൽ എൻ മനം സ്വർഗസാഗരമാകേണം. സർഗസാഗരമാകണം അമ്മയുടെ കാരുണ്യം കൊണ്ട്. നൈവേദ്യ മന്ത്രാമുരങ്ങളിൽ അമ്മേ കാരുണ്യ വാരിധി ഉണരണം. നിത്യഭുവൻ കൽപ്പനയിൽ കരുണാമലയമാരുതൊഴിക്കണം. പാട്ടിൻ്റെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടാണ്. സത്യത്തിലൊരു ഭക്തി ഗാനം വേണം അങ്ങനെ ആണെങ്കിലും അതിനകത്തൊരു ഇതുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ ഒരു കവിയുടെ ഉള്ളിലെത്ത സംഭവമാണ്. നിന്റെ കാരുണ്യാണ്, ഞാൻ എൻ്റെ കൽപ്പനയിൽ അമ്മേ നിന്റെ കരുണയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കവിയുടെ ഒരു ഇതുണ്ട്, നൊമ്പരം, പ്രാർത്ഥന.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രകർഷണ അർത്ഥിക്കലല്ലേ, ആ അർത്ഥന തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിലത് വേറെ സ്വാർത്ഥമൊന്നുമില്ല. ഉം, ഉം. ഞാൻ ചോദിക്കന്നെ, എനിക്ക് ചോദിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ മുട്ടി മുട്ടി നോക്കുകയാണ്, മുട്ടുവൻ തുറക്കപ്പെടുന്നതാണ്. പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണല്ലോ, മുട്ടുവൻ തുറക്കപ്പെടുന്നത്. ചില സമയത്തില് അന്തിക്കടപ്പുറത്തൊരു ഓലക്കുടയും എടുത്ത് പിന്നെ കുടയെടുത്ത് ഏറ്റുപാട്ടില്ല, അതില് പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് കടപ്പുറവുമായി ബന്ധപ്പെട്ട് ആണ് അതിനകത്തൊരു വാക്കെന്ന് പറയുന്നത്. അത് കടപ്പുറം പറഞ്ഞുകൊണ്ടാണ്. ആ അന്തിക്കടപ്പുറത്തോടൊലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ്, ആരാണ്? ഞാനുള്ള തുറയല്ല, ഞാനല്ല, ഞാനല്ല, പരുന്തല്ല, തിരകളല്ല. തിരകളല്ല, തിര എന്നല്ല പ്രയോഗിച്ചിരിക്കുന്നത്, തിരകൾ തന്നെ, തിരകൾ തന്നെ. തിരകളല്ല, ശമാനം വാഴണ തുറയരെ, അതെ, തുറയറേന. എല്ലാം അങ്ങനെ. അത് അവിടെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ. അന്തിക്കടപ്പുറത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയത്. ഓ, കടപ്പുറത്തെ പാട്ടായത്. കടപ്പുറത്തെ പാട്ടാക്കുകയും ചെയ്തു പുള്ളി. അത് കടപ്പുറത്ത് തന്നെയാണല്ലോ നടക്കുന്നത്. അതെ, കടപ്പുറത്താണ് അത് ചെയ്തത്. നന്നായിട്ട് ചിത്രീകരിച്ചു. നല്ല മനോജ് കെ ജയനും റൗണ്ടിൽ അസാധ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. അവര് തന്നെയാണ് ആ പാട്ട് പാടിയിരിക്കണമെന്ന് നമുക്ക് തോന്നും. അതെ, അസാധ്യം. അതാണ്, രണ്ടുപേരും നല്ല ആക്ടേഴ്സാണ്. അസാധ്യം ചെയ്തത്. ഭരതന്റെ സൃഷ്ടിയല്ലേ. ജോൺസൺ മാഷിന്റെ തന്നെ സത്യനന്ദിക്കാട് സിനിമയിൽ പിൻഗാമിയിൽ തെമ്മാടിക്കാറ്റേ വന്നാട്ടെ എന്ന്. അപ്പം നമ്മൾ സാധാരണ തെമ്മാടി എന്നൊക്കെ വിളിക്കുന്നത് മോശമായിട്ടുള്ള പ്രയോഗമാണ്, പക്ഷേ നമ്മൾ പാടി നടന്നു. അതിൽ കറക്റ്റാണ്. അതെ, അങ്ങനെ തന്നെ പ്രയോഗിക്കാനുള്ളൊരു ധൈര്യം. അല്ല, അങ്ങനെ അയാളുടെ ഒരു ഇതല്ലേ, അയാളുടെ ഒരു നാടോടി തെമ്മാടിക്കാറ്റാണ് ശരിക്കും. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പറയുമ്പോ സത്യൻ സാറെ എങ്ങനെയാണ് അത് സ്വീകരിച്ചത്? അല്ല, പുള്ളിക്ക് അന്ന് ഇഷ്ടമായിട്ട് തോന്നി, ഒന്നും പറഞ്ഞില്ല. പിൻഗാമി ഭയങ്കര രസമുള്ളൊരു വേറിട്ട കഥയാണ്. പിന്നെ അന്ന് ആൾക്കാർക്ക് അത്ര ഇതായില്ല, ഇപ്പൊ സൂപ്പറായി. ഇപ്പൊ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നു. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഭരതൻ സാറിന്റെ താഴ്വാരമൊക്കെ പോലെ അതുപോലെ നല്ല ആ ഇതൊക്കെ ഇയാളുടെ ഒരു ഇത് ആ കുളത്തിൽ മുക്കുന്നതൊക്കെ ഭയങ്കര സംഭവമാണ്. ഒരു വേറിട്ട രീതിയിലാണ് അത് ചിത്രീകരിച്ചിരുന്നത്. അതെ, അത് സത്യന്റെ പടത്തിൽ അങ്ങനെ ആരും മോഹിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യന്റെ ഒരു സ്ഥിരം പാറ്റേൺ ഇങ്ങനെ അത് മതി എന്നുള്ള മട്ടാണ്. അത് മാറിയപ്പോൾ ആൾക്കാർ കണ്ടില്ല. പക്ഷെ ഇന്ന് അത് വ്യത്യസ്തമായ സിനിമയായിട്ട്, വ്യത്യസ്തമായ സിനിമയാണ്. അതിൽ ഇയാള് ഇന്നസെന്റ് ഒക്കെ ഭയങ്കര രസമാണ്. എനിക്ക് താഴ്വാരം, പിൻഗാമി, സർവകലാശാല ഇതൊക്കെ ഭയങ്കര രസമുള്ള വ്യത്യസ്തമായ പടങ്ങളാണ്. പിന്നെ സംശയമില്ല. ചിലപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തില് രാജഹംസമേ പറഞ്ഞിട്ടില്ല, നമ്മള് പരാമർശിച്ച് പോയതേ ഉള്ളൂ. പറഞ്ഞില്ലേ, രാജഹംസം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ. നമ്മളെല്ലാവർക്കും മനസ്സിലുള്ളതാണ്, എവിടെയാണ് എൻ്റെ സ്നേഹഗായകൻ. അത് കൃഷ്ണനാവാം, ക്രിസ്തുവാം. അതിൽ ശരി ക്രിസ്തുവാണ് എൻ്റെ. അതുകൊണ്ടാണ് സ്നേഹഗായകൻ എന്ന് പറയുന്നത്. അതിൽ കാരണം പശ്ചാത്തലം, അതെ, പശ്ചാത്തലം അതാണ്, ക്രിസ്തീയ പശ്ചാത്തലം. അതിന് വലിയ നിരൂപണമുള്ള KP അപ്പം മാഷ്. അപ്പം മാഷ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പം മാഷ് എന്നോട് എപ്പോഴും പറയും ഉഗ്രം പാട്ടാണ്.